പറയുക മാത്രമല്ല അതുപോലെ ജീവിച്ചിരുന്നു. ഞാനാരാ? ഈശോയുടെ ത്രേസ്യ. അപ്പൊ ഈശോ പറഞ്ഞത് എന്താ? ഞാൻ ത്രേസ്യയുടെ ഈശോ. അപ്പൊ ജോൺ സച്ചൻ ഈശോയുടെ ജോൺ സച്ചനായിട്ട് ജീവിച്ച, പറയാൻ മാത്രമല്ല ജീവിക്കുകയും ചെയ്ത ഈശോ പറയുന്നത് ഞാൻ ജോൺ സച്ചന്റെ ഈശോയാണ്. അപ്പൊ ഇന്ന് ത്രേസ്യ ഈശോയുടെ സ്വന്തമാവുകയാണ്. അപ്പൊ ഇന്ന് ഈശോയുടെ ത്രേസ്യായിരിക്കുകയാണ്. സാധാരണ നമ്മളിങ്ങനെ മാമോദീസയില് എല്ലാ പാപങ്ങളും മോചിക്കപ്പെടും. നമ്മൾ വലുതായിട്ട് ആ മാമോസ് മുങ്ങണയില്ല. മാമോസ് മുങ്ങി കഴിഞ്ഞ് അങ്ങനെ ഉടനെ മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധി പോകും. കാരണം എല്ലാ പാപങ്ങളിൽ നിന്നുമാണ് ഫുൾ ക്ലീൻ ആവുക ചെയ്യുന്നത്. സ്ലേറ്റ് കുമ്പസാരം പോലെയല്ല മാമോദീസയിൽ എല്ലാം. അതുകൊണ്ട് ഈ എനിക്ക് കോൺസ്റ്റന്റൈൻ അല്ല, വേറെ ഏതൊരു രാജാവ് വെച്ചാൽ മരിക്കണേന്റെ തൊട്ട് മുമ്പ് കുമ്പസാരിക്കാൻ ഓർത്തു. അപ്പം കുമ്പസാരം നീട്ടി വെച്ചോണ്ട്, കാരണം കുമ്പസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുമ്പസാരല്ല മാമോദീസ. കാരണം മാമോദീസയിലെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുന്നത്. അപ്പോൾ അപ്പൊ നേരിട്ട് സ്വർഗത്തിൽ. അപ്പൊ കൊച്ചിപ്പം സ്വർഗത്തിന് അർഹയാണ്. സ്വർഗത്തിന് അർഹയാണ് കൊച്ച്. അപ്പം ആ ഒരു സ്റ്റേറ്റിലാണ് ഈ മോളി ഇരിക്കുന്നത്. ഇപ്പം അവർ ശരിക്കും ഒരു വിശുദ്ധിയാണ് ഈ സമയത്ത്, ശരിക്കും വിശുദ്ധിയാണ് ശരിക്കും. അപ്പോൾ മോളിപ്പോൾ ഈശോ ഒരു വിശുദ്ധേനെയാണ് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒത്തിരി ഈശോയ്ക്ക് നന്ദി പറയാം. ഇപ്പൊ മൂന്നാമതൊരു ദാനം നിങ്ങൾക്ക് ഈശോ തന്നിരിക്കുകയാണ്. അപ്പൊ ഈശോയ്ക്ക് ഒത്തിരി അറിയാം നന്ദി പറയാം. അപ്പൊ ഈ 3 മക്കളെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ വളർത്താൻ, ഒരു വിശുദ്ധയാക്കാൻ, കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യത്തെ കൊച്ചിൻ്റെ സ്പിരിച്വൽ കാര്യങ്ങളിൽ നോക്കുക എന്നുള്ളതാണ്. ആ ഒരു ഉത്തരവാദിത്തോടെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. നമ്മൾ മാമോദീസായുടെ തലവട്ടമ്മയായിട്ട് നിൽക്കുമ്പോൾ കഴിയില്ല. അതിനുശേഷം അതിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ തലവട്ടമ്മേ ഇവിടെ എൻ്റെ തലവട്ടമ്മ ഇവിടെയുണ്ട്. അപ്പം അവരുടെ ഉത്തരവാദിത്വം നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളുടെ ഈശോ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ത്രേസ്യായിട്ട് ഇന്ന് മാത്രമല്ല ജീവിതകാലം മൊത്തം വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു ഇതൊരു ഭയങ്കര ദൈവാനുഗ്രഹത്തിന്റെ നിമിഷം. ഈ കൊച്ച് ഈശോയുടെ സ്വന്തമാകും. നമ്മുടെ വീട്ടിലേക്ക് ഒരു വിശുദ്ധ കടന്നു വരികയാണ്. അതിന്റെ ദൈവാനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് ഒത്തിരി നന്ദിയോടെ, ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം അപേക്ഷിക്കാം. അമ്മേ, ഈശോയെ വളർത്തിയതുപോലെ എൻ്റെ ഈ കുഞ്ഞിനെ, നീ തന്ന ഈ കുഞ്ഞിനെ വളർത്തുവാനുള്ള കൃപയ്ക്കായി